പറയുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഈ വണ്ടി നടന്നുണ്ടോ നിങ്ങൾ? ഇത് വരുമ്പോൾ ഇതാണ് ക്യാരറ്റ് ആണ്, ഇത് ക്യാരറ്റ്. ഓക്കെ, അപ്പം വണ്ടികളുണ്ടോ വണ്ടിയുടെ കടന്നുകൊണ്ടാണ് ഇങ്ങനെ ഓവർടേക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒന്ന് ഇതാക്കി കൊടുക്കുക. മനസ്സിലാവും, ഒന്ന് ഒതുക്കി കൊടുക്കുന്നതായിരിക്കും നല്ലതാണ്. കാരണം അപ്പോൾ അപകടങ്ങൾ ഒഴിവാകും. ഓപ്പോസിറ്റ് വണ്ടിക്ക് സേഫായിട്ട് പോവാം, നമുക്ക് സേഫായിട്ട്. അപ്പം പറഞ്ഞ കണക്ക് ഒന്നീ റോഡിന്റെ വീതി കൂട്ടുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് പാരലായിട്ട് വേറെ റോഡ് കൊണ്ടുവരാം. MC റോഡിന്റെ NH-ന്റെ പണി കഴിഞ്ഞാലും ഫുൾ ഫ്ലെഡ്ജിൽ അതിന്റെ പണി കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജിൽ അതിന്റെ ഓട്ടം നടക്കുവാണെങ്കിൽ പോലും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈ റോഡ് വീതി. കാരണം അതിന്റെ NH-ന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ റോഡിൽ തിരക്കുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ വീതിയും കൂടണം, അതിലുണ്ടെങ്കിൽ പാരലായിട്ട് വേറെ റോഡ് വരണം. അതെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് ഈ രാത്രിയിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. പിന്നെ വെഞ്ഞാറമൂട് നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ പല സൈഡിൽ കൂടെ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോഴുള്ള ഇതാണ് ഞാൻ പറയുന്നത്. കോട്ടയം ട്രിവാൻഡ്രം പോകുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സമയത്ത് വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ എന്ന് വരുന്ന റോഡുണ്ട്. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ ആയിരിക്കും. റൈറ്റ് സൈഡിൽ കൂടെ വന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷൻ ട്രാഫിക്കിലാണ് വന്ന് കയറുന്നത്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ കൂടെ KSRTCയുടെ ഇന്നും ഔട്ടും. അതും കൂടാതെ വേറെ റോഡുകൾ വന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ റോഡിന്റെ വീതി കൂടുന്നു. ഇത്രയും വീതി ആ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ചെല്ലുമ്പില്ല. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അല്ല ഇപ്പം ഞാൻ കാണിച്ചു തരാം, വീതി ഇല്ല. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. പണ്ട് മുതലേ ഉള്ളൊരു നല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് സ്കൂളൊക്കെ വിടുന്ന സമയത്തും സ്കൂള് മോർണിംഗ് ടൈമിലൊക്കെ നല്ല ബ്ലോക്കാണ്. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക്. പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്ക്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസിനെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ വിഷമമാവും. നമ്മൾ മാക്സിമം അന്നേരം അവർ പറയുന്ന കേട്ട് പോകാൻ നോക്കുക. കാരണം അവർ അത്രയ്ക്ക് വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ അവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ചില സമയത്ത് അവർ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പം ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അത് ഈവൻ നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം നമ്മളൊരാൾക്കടുത്തൊരു കാര്യം പറഞ്ഞ അനുസരിച്ചില്ല, അപ്പോൾ അനുസരിക്കാതെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് തീവ്രമാവുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മളാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അവർ ചീത്ത വിളിക്കുന്നല്ല പറഞ്ഞ അവർ എന്തെങ്കിലുമൊക്കെ പറയും, മീൻസ് ഒരു പോട അങ്ങനെ പറയും. പക്ഷെ അതൊക്കെ നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ രീതിയിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പം അതിനെ അതിൻ്റെ രീതിയിൽ കണ്ടിട്ട് അവർ പറയുന്ന കേട്ട് പോകും. കാരണം അവർ കടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് സാലറി കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവർ ചെയ്യുന്ന ട്രാഫിക് മാറാനും ഇതെല്ലാം കറക്റ്റായിട്ട് പോലെ അവർക്കും കറക്റ്റ് ടൈമിൽ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റും, അവർക്ക് ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റും, നമുക്കും കറക്റ്റായിട്ട് വീട്ടിൽ ചെല്ലാൻ പറ്റും. അപ്പോൾ അത് അവർ പറയുന്ന മാക്സിമം കേട്ട് റോഡിലെ റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ഒരു കുറച്ച് 5% ട്രാഫിക് റോഡിൽ കുറയ്ക്കും. ട്രാഫിക് പ്രോബ്ലങ്ങൾ ഉണ്ടാവുന്ന ട്രാഫിക്സാണ് ഞാൻ പറയുന്നത്. പക്ഷെ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി വെഞ്ഞാറമൂടൊക്കെ വരുന്ന സമയത്ത് ഇത്രയും റോഡുകൾ വന്ന് അവിടെ ജോയിൻ്റ് ആകുമ്പോൾ ആ ടൈമിൽ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ടോ സൈഡ് അവർ ഓടിട്ട് തുടങ്ങി. ചിലപ്പോൾ കുറച്ചുകൂടെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ അതിൽ യൂസ് ഇല്ല, ഓക്കെ നല്ലതാണ്. പക്ഷെ എങ്കിലും അതിന് നമ്മുടെ ഇതിനെ വലുതായിട്ട് ഇതാവുന്നില്ല. വണ്ടികളുടെ ഇതോ തിരക്കിനെയോ അല്ലെങ്കിൽ ഒന്നും കുറയ്ക്കാൻ വലുതായിട്ട് പറ്റത്തില്ല. പറയാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡുകളിൽ വെഞ്ഞാറമൂട്, പോത്തങ്കോട് ഇങ്ങനെയുള്ള റോഡുകളിൽ വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമാണ്. വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. നല്ല രസമുണ്ട് ഇവിടെ താർ റോഡ്സ് വരുന്നതാണ്, അടിപൊളി റോഡുകളും. അപ്പം ഇങ്ങനെയുള്ള റോഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീതിയില്ല, അതിൻ്റെ കൂടുതൽ ഇത്രയും റോഡുകൾ വന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 8 മണി 8:30 സമയത്ത് ആ ഒരു പോർഷനിൽ എത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ അങ്ങോട്ട് കയറുന്ന പോർഷൻ ഉണ്ടല്ലോ, റോഡുണ്ടല്ലോ, എംസിന്ന് ഗോകുലത്തോട് തിരിയുന്നത്, അവിടെ മുതൽ ട്രാഫിക് ആയിരിക്കും. ആ ട്രാഫിക്ക് വെഞ്ഞാറമൂടും കഴിഞ്ഞ് മെയിൻലി വെഞ്ഞാറമൂട് ജംഗ്ഷൻ വരെയാണ് ആ ട്രാഫിക്. ആ ട്രാഫിക്കിൽ ആ മെഡിക്കൽ കോളേജിലോട്ട് കയറുന്ന ആ എംസി റോഡിന്റെ അവിടുന്ന് ഗൂഗിൾ മെഡിക്കലോട് തിരിയുന്ന പോർഷനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അവിടുന്ന് ആ വെഞ്ഞാറമൂട് ജംഗ്ഷൻ വരെ എത്താൻ പിന്നെ ഒരു കയ്യാങ്കളി തന്നെയാണ് കൂട്ടുകാരെ. കയ്യാങ്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിന് കണ്ടത് വളമാണ്. ഇത് കണ്ട് എനിക്ക് റോഡ് ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നില്ല. അത് മാത്രം എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നൊരു ലോറിയാണ്, അഥവാ ഒരു വണ്ടി വരുവാണ്, ഓപ്പോസിറ്റ് വരുവാണ്. അപ്പം എനിക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് സൈഡ് ഒന്ന് പിടിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ, ലെഫ്റ്റ് പിടിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ലോഡ് കൊണ്ടുവന്ന വണ്ടി ചിലപ്പോൾ പെട്ടെന്ന് സൈഡ് ഒതുക്കി തരാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സേഫ് ആയിട്ടുള്ള ഇത് കണ്ട്. ഇപ്പം റോഡ് ക്ലിയർ ആണ്, റെഡ് ലൈറ്റ് ഡിമും റൈറ്റും ഒക്കെ ഇതൊക്കെ കയറി. മഞ്ഞ ലൈനാണ്, യെല്ലോ ലൈൻ ആണെങ്കിൽ പോലും റോഡ് ക്ലിയർ ആണ്, റോഡ് സ്ട്രെയിറ്റ് ആണ്, വിഷൻ കറക്റ്റാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, അത് സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡ് ലൈറ്റ് ഡിമും റൈറ്റും ചെയ്ത് പതുക്കെ കയറും. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് കയറി പോകുന്ന ജംഗ്ഷൻ, ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് കയറി പോകുന്ന ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് പറയാന്നുണ്ടെങ്കിൽ, ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് വെഞ്ഞാറമൂട് ട്രാഫിക് വരെ, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒടുക്കത്തെ ട്രാഫിക്, അവിടം വരെ എത്താൻ ശരിക്കും പറഞ്ഞ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവിടം വരെ എത്താൻ വേണ്ടി ഈവൻ ബൈക്കിനകത്താണെങ്കിൽ പോലും സ്കൂട്ടറിനകത്താണെങ്കിൽ പോലും നമുക്കൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വേണം. അപ്പം നിങ്ങൾ ആ ട്രാഫിക് ഒന്ന് ആലോചിച്ചു, അമ്മാതിരി ട്രാഫിക്കാണ്. അത് ഈ പറയുന്ന കണക്ക് വണ്ടിക്കാരുണ്ടാക്കുന്ന ട്രാഫിക് അല്ല, ഇത് ഈ റോഡിന്റെ ഒരു പ്രോബ്ലം ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ജംഗ്ഷനിൽ പോലീസുകാർ കറക്റ്റായിട്ട് ട്രാഫിക് റൂൾ പറഞ്ഞു തരുമ്പോൾ അവർ പറയുന്ന രീതിക്ക് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഒഴിവാക്കാം, എന്നാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി വണ്ടികളാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിലോട്ട് 4 സൈഡിൽ നിന്ന് വന്ന് കയറുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഒരു പരിധി വരെയൊക്കെ പോലീസുകാരുടെ കൺട്രോളിൽ അവർ പറഞ്ഞേം കെട്ടി ചെയ്യുന്നതിന് ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുക സ്കൂള് കണ്ട്, ആ കാണുന്നതാണ് ആ സ്കൂള്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതാണ് ഇവിടെ തന്നെ സ്കൂള്. ഇതിപ്പോ ഈ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വെഞ്ഞാറമൂട് ഒരു ഓവർ ബ്രിഡ്ജിന് ഫ്ലൈ ഓവറിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമ്പം ഒരു പരിധി വരെയൊക്കെ ട്രാഫിക് നമുക്ക് ക്രൂസ് ചെയ്യാം. ഇവിടെ വെഞ്ഞാറമൂട് ട്രാഫിക് ഒരു പരിധി വരെയൊക്കെ ഒഴിവാകും. അതും ഒരിക്കലും ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇത് ഇനി സിംഗിൾ ലൈൻ റോഡാണോ ഡബിൾ ലൈൻ റോഡാണോ ഒന്നും അറിയത്തില്ല. കാരണം ഫ്യൂച്ചറിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ ലൈൻ പാലം കൊണ്ട് പ്രയോജനമില്ല. അവരൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണ്ട് ഒന്നേ ഡബിൾ ലൈൻ 4 ലൈൻ റോഡ് വരുന്നത് പാലം പണിയോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഇതാണ് ഇതിപ്പം റോഡ് ഈ പറയുന്ന വെഞ്ഞാറമൂട് റോഡിന്റെ പണി നടക്കുന്നതിന്റെ ബ്ലോക്കാണ് കേട്ടോ. നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. ഒരു 2-3 വർഷം മുമ്പേ ഈ ഫ്ലൈ ഓവറിന്റെ വർക്ക് സാങ്ഷൻ ആയതാണ്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാങ്ഷൻ ആയതാണോ അതോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ 2 വർഷം കൊണ്ട് കേൾക്കുന്നുണ്ട് വെഞ്ഞാറമൂട് ഫ്ലൈ ഓവറിന്റെ കാര്യം. അതെന്തായാലും അന്നേരം അതിന്റെ റിയാലിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പണികൾ സ്റ്റാർട്ട് ചെയ്ത്, വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത്. ലാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ബാരിക്കേഡ് വെച്ചതുകൊണ്ട് അതിന്റെ പ്രോഗ്രസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പൈലിംഗ് ഒക്കെ ചെയ്ത് 2-3 പില്ലറിനുള്ള ബേസ് ഒക്കെ വെച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പം ഇതേ അവസ്ഥയാണ് ഈ പാലമണി നടക്കുന്ന സമയത്ത്. പക്ഷെ ഇതങ്ങ് മുതലേ ഉണ്ട്, കൺജസ്റ്റഡ് ആണ്. കണ്ടോ, ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിരിക്കും കടകൾ. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരുത്ത് വേറൊരു കാര്യം പറയാം. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു റീസൺ. അപ്പം പറഞ്ഞു വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റോഡുകൾ നിങ്ങൾ ഈ കടകൾ ശ്രദ്ധിച്ചോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് MC റോഡിൽ കൂടെ തന്നെ. ആ MC റോഡിൽ നിന്ന് ഒരു 1.5 മീറ്റർ മാറുമ്പോഴാണ് കട വരുന്നത്. ഈ പറയുന്ന ലോങ് വരുന്നവർക്കൊന്നും ഈ കടകളിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല.
ഒരു കാർ കൊണ്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ ഇറങ്ങി സാധനം വാങ്ങാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാനോ കഴിക്കാനോ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുക്കാനൊക്കെ പാടായിരിക്കും, ബ്ലോക്ക് ആയിരിക്കും. നമ്മളൊന്ന് ഒതുക്കാൻ കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവും. ഒതുക്കിയൊക്കെ ചെയ്യാം, പക്ഷെ കുറേ വരുന്ന വണ്ടികൾ ബ്ലോക്ക് ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഒതുക്കാൻ പറ്റുന്നത്. അപ്പം അത് ഇങ്ങനെ ഉണ്ട്, പിള്ളേരൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുമായാലും വണ്ടി നിർത്തി കൊടുത്ത് വരത്തില്ല. അതിനനുസരിച്ച് ബാക്കിലുണ്ട്. ഇത് ബസ് ഇറങ്ങി വരുന്ന റൂട്ട് ആണ്, അത് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ ഉള്ള റോഡാണ് ഭയങ്കര. അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ MC റോഡ്, നമ്മൾ വണ്ടി പോകുന്ന റോഡിൽ നിന്ന് വാക്ക്വേ, ആ വാക്ക്വേയുടെ ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസ് മാറി കഴിഞ്ഞാൽ കടകളാണ്. ഇവിടെ നമുക്ക് ഈ ദൂരം നിന്ന് വരുന്നവർക്കൊന്നും ഒരിക്കലും വണ്ടി നിർത്തിയിട്ട് ഇവിടെ മെയിൻലി കച്ചവടം നടക്കുന്നത് 95% ഇവിടുത്തെ കച്ചവടം നടക്കുന്നത് പറഞ്ഞാൽ വെഞ്ഞാറമ്മൂട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്നവര്, അല്ലെങ്കിൽ ഇവിടെ സാധനം വാങ്ങാൻ വരുന്നവര്, ഓട്ടോ വിളിച്ച് വരുന്നവര്, സ്കൂട്ടറിൽ വരുന്നവര്, ഇവിടെയൊക്കെ ഉള്ളവരുടെ ബിസിനസ്സാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ലോങ് വരുന്നവർക്ക് ഇവിടെ കയറാൻ പാടാം. കാരണം ഇങ്ങനെയുള്ള ജംഗ്ഷനിൽ വീതി ഇല്ലാത്തതുകൊണ്ട് MC-ന്ന് കടലിലോട്ട് ഉള്ള വീതി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികൾ ഒതുക്കാൻ സ്ഥലമില്ല. അഥവാ വണ്ടി ഒതുക്കണമെന്നുണ്ടെങ്കിലും സൈഡിലുള്ള യെല്ലോ ലൈൻ ഉണ്ടല്ലോ, അതുവഴി അവിടെ ഇങ്ങനെ കൊണ്ടുവരണം. അത് തന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാഫിക് കൂടും. അപ്പം അതൊന്നൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സൊല്യൂഷനൊന്നും അല്ലത്, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. നമ്മൾ ജംഗ്ഷനിലൊക്കെ കടകള് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വീതി കൂടി വന്നിട്ടുണ്ടെങ്കിൽ കടകളുടെ കച്ചവടം കുറയും. ഓക്കെയാണ്, നല്ല ശരിയാണ്. പക്ഷേ ഈ കടകളൊക്കെ വരണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ റോഡ് അതോറിറ്റിക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു ഇത്ര ഡിസ്റ്റൻസ് കറണ്ട് റോഡിൽ നിന്ന് ഇപ്പം റോഡുണ്ടോ